കോക്പിറ്റ് സംഭാഷണവും മറ്റ് സാഹചര്യങ്ങളും പരിശോധിച്ച അന്വേഷണ സംഘം വിമാനത്തിന്റെ ലിഫ്റ്റ് ഓഫിന് തൊട്ടു പിന്നാലെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് റൺ മോഡിൽ നിന്ന് കട്ട് ഓഫ് മോഡിലേക്ക് മാറിയെന്ന അനുമാനത്തിലാണ് എത്തി നിൽക്കുന്നത്. 2 എഞ്ചിനുകളിലേക്കുമുള്ള ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഇത്തരത്തിൽ മാറി. നിങ്ങൾ എന്തിനാണ് ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് പൈലറ്റുമാരിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്. താൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നായിരുന്നു അടുത്ത പൈലറ്റിന്റെ മറുപടി. കട്ട് ഓഫ് മോഡിൽ നിന്ന് നിമിഷങ്ങൾക്കകം സ്വിച്ചുകൾ റൺ മോഡിലേക്ക് തന്നെ മാറി. എഞ്ചിനുകളുടെ ത്രസ്റ്റ് വീണ്ടെടുക്കാനുള്ള പൈലറ്റുമാരുടെ ശ്രമത്തിന്റെ ഫലമാകും ഇതെന്നാണ് സൂചന. പക്ഷേ വിമാനം വളരെ താഴ്ന്നു പറക്കുകയായിരുന്നതിനാൽ എഞ്ചിനുകൾ സുരക്ഷിതമായി വീണ്ടും പ്രവർത്തിപ്പിക്കാനുള്ള സമയം ലഭിച്ചില്ല. ലിഫ്റ്റ് ഓഫിനും ക്രാഷിനുമിടയിൽ 30 സെക്കൻഡ് സമയം മാത്രമാണ് ഉണ്ടായത്. എയർലൈൻ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് വിമാനത്തിലെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾക്ക് ആകസ്മിക ചലന സാധ്യത ഇല്ല എന്നാണ്. പൈലറ്റുമാരുടെ ബോധപൂർവമുള്ള ഇടപെടലിലൂടെ മാത്രമേ അത് സാധ്യമാകൂ. സ്വിച്ചുകൾ തനിയെ നീങ്ങി മാറാതിരിക്കാനായി പ്രത്യേക സംരക്ഷണത്തോടെയാണ് വിന്യസിച്ചിട്ടുള്ളത്. ഇതിനെല്ലാം പുറമെ സ്വിച്ച് പൊസിഷൻ റണ്ണിൽ നിന്ന് കട്ട് ഓഫിലേക്ക് മാറ്റുന്നതിന് പൈലറ്റുമാർക്ക് പ്രത്യേക ലോക്ക് മെക്കാനിസവും ഉണ്ട്. സാധാരണയായി എയർക്രാഫ്റ്റ് ഗ്രൗണ്ടിലായിരിക്കുമ്പോൾ മാത്രമാണ് വിമാനത്തിന്റെ ഇന്ധന സ്വിച്ചുകൾ പ്രവർത്തിപ്പിക്കുന്നത്. പുറപ്പെടുന്നതിന് മുൻപ് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാനും ലാൻഡിങ്ങിന് ശേഷം എഞ്ചിൻ ഓഫ് ചെയ്യാനും മാത്രം. മറിച്ച് ഇന്ധന സ്വിച്ചുകൾ പ്രവർത്തിപ്പിക്കേണ്ടി വരുന്നത് ഏതെങ്കിലും തരത്തിൽ എഞ്ചിൻ തകരാറോ അല്ലെങ്കിൽ വിമാന സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ധന വിതരണം നിർത്തേണ്ടി വരുമ്പോഴോ ആണ്. എഞ്ചിൻ സുരക്ഷിതമായി തിരികെ പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉടൻ തന്നെ ഇത് ഓൺ ചെയ്യാറുമുണ്ട്. അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ അടക്കമുള്ള കോക്പിറ്റ് നിയന്ത്രണ സംവിധാനങ്ങൾ 2019-ലും 2023-ലും മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ധന നിയന്ത്രണ സ്വിച്ചുകളുടെ തകരാറായിരുന്നില്ല ഈ അറ്റകുറ്റപ്പണികൾക്ക് കാരണമെന്നും വ്യക്തം. 2023-ന് ശേഷം ഒരു തകരാറും കോക്പിറ്റ് സംവിധാനങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 2018-ൽ US ഫെഡറൽ ഏവിയേഷൻ പുറത്തിറക്കിയ വിമാനത്തിലെ ഇന്ധന സ്വിച്ച് വിച്ഛേദന സാധ്യതാ റിപ്പോർട്ടിനെ കുറിച്ചും അന്വേഷണ സംഘം പ്രത്യേകം പരാമർശിക്കുന്നു. എല്ലാ തരത്തിലുമുള്ള നിർദ്ദേശങ്ങളും അലേർട്ടുകളും എഞ്ചിൻ പ്രവർത്തനത്തിലും വിമാനത്തിലും പാലിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കാലാവസ്ഥാ പ്രശ്നമോ പക്ഷികളുടെ ഇടിയോ ഉണ്ടായിട്ടില്ല. വിമാനത്തിൽ മറ്റേതെങ്കിലും വിധത്തിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ടായിരുന്നതായും കണ്ടെത്തിയിട്ടില്ല. ടേക്ക് ഓഫ് ഭാരവും അനുവദനീയമായ വിധമായിരുന്നു. വിമാനത്തിൽ നിന്ന് പരിമിതമായ അളവിൽ മാത്രമേ ഇന്ധനം വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. വിമാനത്തിൽ ഇന്ധനം നിറച്ച ബ്രൗസറുകളിൽ നിന്നും ടാങ്കുകളിൽ നിന്നും എടുത്ത ഇന്ധന സാമ്പിളുകളെല്ലാം തൃപ്തികരമാണ്. അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനം പറത്തിയിരുന്നത് പൈലറ്റ് ക്ലൈവ് കുന്ദറാണ്. പൈലറ്റ് ഇൻ കമാൻഡ് ആയിരുന്നത് സുമിത് സബർവാളും. സുമിത് സബർവാൾ 8600 മണിക്കൂർ വിമാനം പറത്തിയ പൈലറ്റാണ്. കുന്ദർ 1100 മണിക്കൂർ പറത്തൽ പരിചയമുള്ള പൈലറ്റും. അപകടമുണ്ടായ യാത്രയ്ക്ക് മുൻപ് ഇരു പൈലറ്റുമാർക്കും ആവശ്യമായ വിശ്രമവും ലഭിച്ചിരുന്നതായി എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടിൽ ഉണ്ട്.